നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ വ്യക്തിക്ക് നിങ്ങളോട് അൺകണ്ടീഷണൽ ലവ് ആണ്. മേ ബി എന്തെങ്കിലും സിറ്റുവേഷനിലോ എന്തെങ്കിലും സ്ട്രഗിളിങ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടോ ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു മാറിയിട്ടുണ്ടാവാം. പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ളൊരു മാരീഡ് ലൈഫ് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ആ ഒരു കാര്യം ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഈ ഒരു സമയത്ത് മേ ബി നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റിലുള്ളവർക്കാണെങ്കിൽ ആ വ്യക്തി വെയിറ്റ് ചെയ്യാണ്. ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. സംതിങ് ആ വ്യക്തി എന്തോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു മറുപടിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ നിന്ന് ഒരുപാട് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നു. അതായത് ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. സിംഗിൾസ് ആണ് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ന്യൂ പേഴ്സൺ വന്ന് അവരെ ഒന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവാം. പ്രപ്പോസ് ചെയ്ത പേഴ്സൺ എന്ന് പറയുന്നത് അവർ ഒരുപാടായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഒരു റിപ്ലൈക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. അവർക്ക് വളരെ തീവ്രമായിട്ടുള്ള ഒരു പ്രണയമാണ് നിങ്ങളോട് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഫോർ സിംഗിൾസ് എനിക്ക് പറയാനുള്ളത്. ഇനി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ആ വ്യക്തി വീണ്ടും നിങ്ങളോടൊന്ന് റീകൺസിലേഷൻ വേണ്ടിയിട്ട് നിങ്ങളോട് എന്തായെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവാം. മേ ബി ഉടനെ അവർ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചില വ്യക്തികൾ ഈ ഒരു സമയത്ത് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ വ്യക്തികൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൂടുതലും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കൊണ്ടുണ്ടായതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടൊരു റിയൂണിയന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു സൺ കാർഡ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ആ വ്യക്തിക്ക് അതിനു വേണ്ടിയുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എന്ത് തന്നെ ആയിരുന്നാലും ആ വ്യക്തിക്ക് നിങ്ങളെക്കാളേറെ നിങ്ങളോട് ഒരുപാട് കെയറിങ് കണക്ഷൻസ് ഉണ്ട്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ഉണ്ട്. മേ ബി ആ ഒരു വ്യക്തി അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, കൂടുതലും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ചില സമയങ്ങളിലെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം കുറവാണ്, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് കുറവാണ് എന്നൊരു ഫീല് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അത് ആ വ്യക്തിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഈ ഒരു സമയത്ത് ആ വ്യക്തി ഒരുപാട് സന്തോഷിക്കുന്നതായിട്ട്, ആ വ്യക്തിക്ക് ഒരു അവസരം, എന്തോ ഒരു അവസരം കിട്ടുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷൻ ഉണ്ട്. അതുകൊണ്ട് ആ വ്യക്തി ഒരുപാട് സന്തോഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് ഈ ഒരു സമയത്തിനുള്ളിൽ അവർ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അതിനുള്ള ഒരു തുടക്കം എന്നോളം ആ വ്യക്തി നിങ്ങളുമായിട്ട് തിരികെ വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. നോ കോണ്ടാക്റ്റിലുള്ളവർക്ക് ഈ ഒരു സമയത്തൊരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നു. അതായത് ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫാണ് ആഗ്രഹിക്കുന്നത്. മേ ബി ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ വ്യക്തി വളരെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിലുണ്ടായിരുന്നു. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്തും ആ ഒരു വ്യക്തിക്ക് അത്രയും അധികം കഷ്ടപ്പാടുള്ളതായിട്ട് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക്. അതുപോലെ അവരുടെ ലൈഫിൽ
അവർക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ചെറിയൊരു മാറ്റം ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഡീപ്പ് അറ്റാച്ച്മെൻറ്റ് ഏതൊരു സിറ്റുവേഷനിലും നിങ്ങളുമായിട്ട് ആ ഒരു ഉണ്ടായിരുന്ന ഒരു ഡീപ്പ് അറ്റാച്ച്മെൻറ്റ് ആ വ്യക്തിക്ക് ഒരിക്കലും മാറിപ്പോയിരുന്നില്ല. മേ ബി നിങ്ങളിൽ പലരും നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഡീപ്പ് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിക്ക് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ടാവാം. എന്നാൽ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ആ ഒരു മെമ്മറീസ് വരികയാണ്. നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റുകളെല്ലാം ആ വ്യക്തി എടുത്ത് നിങ്ങളെ ഓർക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് തോന്നുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മേ ബി ആ ഓർമ്മകൾ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് വീണ്ടും എത്തിക്കും എന്നാണ് ഈ ഒരു സിറ്റുവേഷനിലൂടെ കാണുന്നത്. ആ വ്യക്തി വളരെ ഡീപ്പായിട്ട് നിങ്ങളോട് ഇഷ്ടം അല്ലെങ്കിൽ ഒരു പ്രണയം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനായിട്ട് പറയാവുന്നതാണ്. മേ ബി നിങ്ങളുടെ പേഴ്സൺ പക്ഷികളോട് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരിക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം. ചില സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ മെച്യൂർഡായിട്ട് പെരുമാറുന്നുണ്ടാവാം. പക്ഷേ അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ചില സമയങ്ങളിൽ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ബിഹേവിയറായിട്ട് കാണുന്നുണ്ട്. ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് നോ കോൺടാക്റ്റിലാവുകയും ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു റീകൺസിലേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ പിരിഞ്ഞിരിക്കാനായിട്ട് കഴിയില്ല. എത്രയും ഇപ്പോൾ ഈ ഒരു സമയത്ത് മേ ബി നിങ്ങൾ നോ കോൺടാക്റ്റിലായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ആ ഒരു വ്യക്തി ഒരു സമയത്ത് വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് പാരൻസിന് അവരുടെ മക്കളോടുള്ള സ്നേഹം എങ്ങനെയാണോ അത്രമാത്രം ഡീപ്പായിട്ടുള്ളൊരു സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത്. ഡേ ആൻഡ് നൈറ്റ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ആ വ്യക്തിക്കുള്ളത്. നിങ്ങളുമായിട്ട് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന നല്ല നല്ല മൊമെൻറ്റ്സാണ് അവർ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ മാത്രമല്ല, ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ളൊരു മാരീഡ് ലൈഫാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ.